back to my channel, Shini's Kitchen. അപ്പോൾ ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന റെസിപ്പി ഗുലാബ് ജാമുൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന്. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ 1 കപ്പ് പഞ്ചസാരയും 1.5 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 3 ഏലക്കായും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തിളച്ച് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 3-4 ഡ്രോപ്പ് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് നമുക്ക് 1/2 കപ്പ് മിൽക്ക് പൗഡറാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്കിനി 1 ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ പാലും കൂടി ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് ചെറിയ ബോൾസ് ആക്കിയിട്ടൊന്ന് എടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് ബോൾസ് ആക്കിയിട്ട് എടുക്കാം. ഇത് ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ ഓയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ഫ്രൈ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ഷുഗർ സിറപ്പ് നമുക്കൊന്ന് ചൂടാക്കിയിട്ടെടുക്കാം. അതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഗുലാബ് ജാമുൻ ഇട്ടിട്ട് ഒരു 3 മണിക്കൂറോളം നമുക്കൊന്ന് അടച്ചു വെക്കാം. ഇപ്പം നമ്മുടെ ഗുലാബ് ജാമുൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്ന ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ദീപാവലി സ്പെഷ്യൽ റെസിപ്പീസിൻ്റെ 5ാമത്തെ വീഡിയോ ആണിത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ ഓൾ എന്ന ഓപ്ഷനാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.